ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ ഒരു ക്രാഷ് കോഴ്സ് ഇന്ന് മുതൽ മാസ്റ്റർ കി അക്കാഡമിയിൽ ആരംഭിക്കുകയാണ്. അതും 60 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസായ 3000 രൂപയ്ക്കാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. കൃത്യമായിട്ട് ഡെയിലി എക്സാംസ്, അതാണ് ഈ ക്രാഷ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 60 എക്സാം ആണ് നമ്മൾ ഡെയിലി എക്സാം ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. ഡെയിലി എക്സാം നടത്തുകയും അത് മാത്രമല്ല അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്നത്, അതിന് കുറച്ച് ഊന്നൽ നൽകിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ആ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡേ 1 കൃത്യമായിട്ട് നമ്മൾ നോക്കാം. കണ്ടോ, മൊഡ്യൂൾ 3 മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡേ 1 എടുത്തിരിക്കുന്നത്. ഏതാണ്? ഫാർമസി പ്രാക്ടീസ്. കണ്ടോ, ഫാർമസി പ്രാക്ടീസ് എന്ന് പറയുന്ന മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് നിങ്ങളുടെ ഡേ 1 ടോപ്പിക്കുകൾ നമ്മൾ നൽകുന്നത്. ഏതൊക്കെയാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് സ്റ്റോർ മാനേജ്മെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ്. ഇത്രയും ടോപ്പിക്കാണ് ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടത്. ഡേ 1 നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ഇത്രയും ടോപ്പിക്കിന്റെ 50 മാർക്കിന്റെ പരീക്ഷ കൂടി നിങ്ങൾ ഡേ 1 എഴുതേണ്ടിയിരിക്കുന്നു. ഡേ 2 മൊഡ്യൂൾ 3 തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഏത് തന്നെ? ഫാർമസി പ്രാക്ടീസ്. ഫാർമസി പ്രാക്ടീസിന്റെ ഇത്രയും ടോപ്പിക്ക് വരും. ഏതൊക്കെയാണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആൻഡ് ദെയർ മാനേജ്മെന്റ്, ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, ഡ്രഗ് ആൻഡ് പോയിസൺ ഇൻഫർമേഷൻ സർവീസ്, ക്ലിനിക്കൽ ഫാർമക്കോകിനറ്റൈസ്, ഡ്രഗ് യൂസ് ഇൻ സ്പെഷ്യൽ പോപ്പുലേഷൻസ്, TDM. ഇത്രയും ടോപ്പിക്കാണ് ഡേ 2 നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? അതിൻ്റെയും എക്സാം അന്നുണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഡേ 3 മൂന്നാമത്തെ മൊഡ്യൂൾ തന്നെയാണ് ഫാർമസി പ്രാക്ടീസിൻ്റെ ഇത്രയും ടോപ്പിക്ക്. ഏതാണ്? ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഡിസോർഡേഴ്സ്. ഉണ്ടോ? ഏതൊക്കെയാണ്? ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലുവർ, എപ്പിലെപ്സി, ആസ്മ, പെപ്റ്റിക് അൾസർ, ഡയബറ്റീസ് മെലീഷ്യസ്, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്. ഇത്രയും ടോപ്പിക്കാണ് ഡേ 3 മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡേ 4 ആ മൊഡ്യൂൾ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഉണ്ടോ? ആ മൊഡ്യൂൾ തന്നെയാണ് ഡേ 4 കണ്ടിന്യൂ ചെയ്യുന്നത്. ഡേ 5 നോക്കിയാലും മൂന്നാമത്തെ മൊഡ്യൂൾ ഫാർമസി പ്രാക്ടീസ് തന്നെയാണ്. അവിടെ വരുന്നത് ചിക്കൻ പോക്സ്, മീസിൽസ്, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, ട്യൂബർകുലോസിസ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് ടോപ്പിക്കാണ് ഡേ 5 വരുന്നത്. ഡേ 6 ഇതേ മൊഡ്യൂൾ തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, 6 ദിവസമാണ് ഈ മൊഡ്യൂൾ വന്നിരിക്കുന്നത്. അതും ഫാർമസി പ്രാക്ടീസ് തന്നെയാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണ്? ഫുഡ് പോയ്സണിങ്, അത് ഹെൽമിന്തിയാസിസ്, മലേറിയ, ഫ്ലാറിയാസിസ്, റാബിസ്. കണ്ടോ, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് ഡേ 6 അല്ലേ ടോപ്പിക്കാണ് ഡേ 6 നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഡേ 7 വരുമ്പോഴത്തേക്കും മൊഡ്യൂൾ 2 ആണ്. ഡേ 7 വന്നു കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 ആണ്. ഏതാണ്? ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഉണ്ടോ? ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന മൊഡ്യൂൾ 2 നിന്നുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡേ 7 പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ജനറൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഹ്യൂമൻ സ്കെൽട്ടൻ, മസ്കുലർ സിസ്റ്റം തുടങ്ങിയ ടോപ്പിക്. ഓക്കെ ആണല്ലോ? അടുത്ത 8 തീയതി അല്ലെ, 8ാമത്തെ ദിവസവും മൊഡ്യൂൾ 2 തന്നെയാണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. അതിൻ്റെ അകത്ത് കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഇതൊക്കെയാണ് ഡേ 8 പഠിക്കേണ്ടത്. ഡേ 9 മൊഡ്യൂൾ 2 തന്നെയാണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻഡോക്രിനോളജി, നെർവസ് സിസ്റ്റം, സെൻസ് ഓർഗൻസ്, ഇത്രയും ടോപ്പിക്കാണ് ഡേ 9 ഇതുപോലെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഡേ 10 വരുമ്പോഴത്തേക്ക് മൊഡ്യൂൾ 2 തന്നെയാണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. അതിൻ്റെ അകത്ത് കുറേയധികം ടോപ്പിക് ഉണ്ട്. ഡേ 11 മൊഡ്യൂൾ 2 തന്നെയാണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. ഡേ 12 വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മൊഡ്യൂൾസ് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. മനസ്സിലായി? നിങ്ങൾക്ക് ആ ടോപ്പിക്കിൻ്റെ
എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പാടായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ പലതും മിക്സ് ചെയ്താണ് നമ്മൾ ഈ 60 days പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മൊഡ്യൂൾ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ഈ 60 ദിവസത്തിനുള്ളിൽ ഇത്രയും ക്ലാസ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയും, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ 60 ദിവസവും എക്സാമും മോഡൽ എക്സാമും നടത്തുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരികയാണ്. ഇത് നിങ്ങൾ ഈ 60 ദിവസം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു സാധനമാണ് നമ്മുടെ 60 days സ്റ്റഡി പ്ലാൻ. മനസ്സിലല്ലേ? ഈ 60 days സ്റ്റഡി പ്ലാൻ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലിഗ്രാം ഗ്രൂപ്പിലും എല്ലാം നമ്മുടെ 60 days സ്റ്റഡി പ്ലാൻ കിട്ടുന്നതാണ്. അത് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. മനസ്സിലായോ? അപ്പം ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് അടുത്ത ഡേ 13 നോക്കാം. ഡേ 13 വരുമ്പോൾ ഏതാണ്? മൊഡ്യൂൾ 8 ആണ്. ഏതാ? ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഉണ്ടോ? അടുത്ത ഡേ 14 ആണെങ്കിലോ മൊഡ്യൂൾ 6 ആണ് വരുന്നത്. ഏതാണ്? ബയോ കെമിസ്ട്രി ആണ്. 15 വരുമ്പോഴും ബയോ കെമിസ്ട്രി തന്നെയാണ്. 16 വരുമ്പോഴും മൊഡ്യൂൾ 6 ആണ്, ഇൻഓർഗാനിക് കെമിസ്ട്രി. ഏതാണ്? ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ ടോപ്പിക്കാണ് വരുന്നത്. അടുത്ത വരുമ്പോൾ ഡേ 17 എന്താണ്? ഇൻഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. 18 ഓർഗാനിക് കെമിസ്ട്രി, 19 ഓർഗാനിക് കെമിസ്ട്രി. 20 5ാമത്തെ മൊഡ്യൂളാണ് വരുന്നത്. എത്രാമത്തെ മൊഡ്യൂളാണ്? 5ാമത്തെ മൊഡ്യൂളാണ് വരുന്നത്. 20ാമത്തെ ദിവസം ഉണ്ടോ? ടിട്രിമെട്രി ആൻഡ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഉണ്ടോ? അതാണ് ഡേ 20 വരുന്ന 5ാമത്തെ മൊഡ്യൂൾ. 21 5ാമത്തെ മൊഡ്യൂളാണ്. 22 5ാമത്തെ മൊഡ്യൂളാണ്. 23 5ാമത്തെ മൊഡ്യൂളാണ്. ഉണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൊഡ്യൂൾ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 23ാമത്തെ ദിവസം വരുമ്പോൾ മൊഡ്യൂൾ 8 ആണ്. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ജൂറിസ്പ്രുഡൻസിൽ നിന്നാണ് ടോപ്പിക്ക് വരുന്നത്. കേട്ടോ? അടുത്ത ഡേ 24 അതേ മൊഡ്യൂൾ തന്നെയാണ്, 8ാമത്തെ മൊഡ്യൂൾ. 25 8ാമത്തെ മൊഡ്യൂൾ തന്നെയാണ്. 26 8ാമത്തെ മൊഡ്യൂളാണ്. 27 വരുമ്പോഴത്തേക്കും 9ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് ടോപ്പിക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി. കേട്ടോ? ഇതിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഡേ 27 വരുന്നത്. അടുത്ത 28 9ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് വരുന്നത്. 29 9ആണ്. 30 9ാമത്തെ മൊഡ്യൂളാണ്. 31 9ാമത്തെ മൊഡ്യൂളാണ്. ഉണ്ടോ? 32 വരുന്നത് 10ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് വരുന്നത്. 10ാമത്തെ മൊഡ്യൂളിൽ ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഡേ 32 വരുന്നത്. 33 അത് തന്നെയാണ്. 34 10ാമത്തെ മൊഡ്യൂളാണ്. 35 10ാമത്തെ മൊഡ്യൂളാണ്. ഏതാ? ഡിസ്പെൻസിങ് ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫോർമുലേഷൻ ടെക്നോളജി ആണ്. 36 10 തന്നെയാണ്. സെയിം ടോപ്പിക്കാണ്. ഡേ 37 10ാമത്തെ മൊഡ്യൂളാണ്. ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി 38 വരുന്നത് നമ്മൾ മേലോട്ട് പോകുന്നു, 4ാമത്തെ മൊഡ്യൂൾ അല്ലേ? ഫാർമക്കോളജി. എന്താണ്? ഫാർമക്കോളജിയിലേക്ക് പോവുകയാണ്. ഉണ്ടല്ലോ? 39 4ാമത്തെ മൊഡ്യൂള്, 40 4ാമത്തെ മൊഡ്യൂള്, 41 4ാമത്തെ മൊഡ്യൂള്, 42 43 44 45 ഇതെല്ലാം 4ാമത്തെ മൊഡ്യൂളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടോ? അടുത്ത 46 വന്നാൽ ദാണ്ട നോക്കി, 50 വരെയും നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ, ഏറ്റവും വലിയൊരു മൊഡ്യൂളാണത്. 50ാമത്തെ ദിവസം വരെയും 4ാമത്തെ മൊഡ്യൂളായിരിക്കും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 51ാമത്തെ ദിവസം വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, 51 ഉണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും എളുപ്പം പഠിച്ചിരിക്കുന്ന മൊഡ്യൂളൊക്കെ ആയിരിക്കും 1 2 മൊഡ്യൂളൊക്കെ. അതാണ് ആ 1 2 മൊഡ്യൂളാണ് നമ്മൾ അവസാനത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ബാക്കിയുള്ള ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. കേട്ടോ? അതുകൊണ്ടാണ് 51ാമത്തെ ദിവസം 1ാമത്തെ മൊഡ്യൂൾ ഏതാണ്? 1ാമത്തെ മൊഡ്യൂളാണ്. 52ാമത്തെ ദിവസവും 1ാമത്തെ മൊഡ്യൂൾ തന്നെയാണ്. 53 54 55 56 57 ഉണ്ടോ? ഈ ഇത്രയും ദിവസങ്ങളിലും നമ്മൾ 1ാമത്തെ മൊഡ്യൂൾ തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? 58 59 60ാമത്തെ ദിവസവും നമ്മൾ ഏത് തന്നെയാണ് പഠിക്കുന്നത്? 1ാമത്തെ മൊഡ്യൂളാണ് പഠിക്കുന്നത്.
കണ്ടോ, ഇത്രയും മികച്ച ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കമൻറ്റിൽ പിൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ ഇനി കളയാൻ സമയമില്ല. നമുക്ക് ഉടൻ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്രാഷ് കോഴ്സിൻ്റെ സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ നല്ലതുപോലെ പഠിക്കൂ, ഉയർന്ന റാങ്ക് നേടൂ. ബൈ.